നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബറിന് നേട്ടം. ഏഷ്യൻ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ ലാഭമെടുപ്പിന് ഉത്സാഹിച്ചു. ആഴ്ചകൾ നീണ്ട ബുൾ റാലിക്ക് ഒടുവിൽ മാസാന്ത്യ ദിനത്തിൽ തന്നെ വാങ്ങലുകൾ വിറ്റുമാറാൻ ഒരു വിഭാഗം രംഗത്തിറങ്ങി. വർഷാരംഭത്തിലെ താഴ്ന്ന നിരക്കായ 341 യെന്നിൽ നിന്ന് ജപ്പാനിൽ റബ്ബർ 359 യെൻ വരെയും ഉയർന്നിരുന്നു. ഇന്ന് നിരക്ക് 339 യെന്നിലേക്ക് ഇടിഞ്ഞു. ജപ്പാൻ എക്സ്ചേഞ്ചിലെ തളർച്ച സിംഗപ്പൂർ ചൈനീസ് മാർക്കറ്റുകളെയും സ്വാധീനിച്ചു. പ്രതികൂല വാർത്തകൾക്കിടയിൽ ബാങ്കോക്ക് ഷീറ്റ് വില 206 രൂപയിൽ നിന്നും 203 ഇടിഞ്ഞു. വിദേശത്തു നിന്നുള്ള പ്രതികൂല വാർത്തകൾക്കിടയിലും സംസ്ഥാനത്ത് റബ്ബർ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. ഉത്തരേന്ത്യൻ ചെറുകിട റബ്ബർ അധിഷ്ഠിത വ്യവസായികൾ 5ാം ഗ്രേഡ് ഷീറ്റ് കിലോ 200 രൂപയ്ക്കും ടയർ നിർമ്മാതാക്കൾ 4ാം ഗ്രേഡ് 203 രൂപയ്ക്കും ശേഖരിച്ചു. കടുത്ത വേനലിൽ ഉൽപ്പാദനം ഏതാണ്ട് നിലച്ചതോടെ ചരക്ക് ക്ഷാമം ചൂണ്ടിക്കാട്ടി റബ്ബർ ഇറക്കുമതിക്ക് ആക്കം കൂട്ടാൻ കമ്പനികൾ. ഒരു മാസമായി വേണ്ടത്ര ചരക്ക് കിട്ടാനില്ലെന്ന് കാണിച്ച് അവർ റബ്ബർ ബോർഡിന് കത്ത് നൽകി. വിഷയത്തിൽ ബോർഡ് തീരുമാനം എടുത്തിട്ടില്ല. റബ്ബർ വില കഴിഞ്ഞ ദിവസം 200 കടന്നിരുന്നു. RSS 4 കിലോഗ്രാമിന് 3 രൂപ വർദ്ധിച്ച് ചരക്ക് ക്ഷാമത്തെ തുടർന്നാണ്. 2 ആഴ്ചയായി കടകളിൽ വളരെ കുറഞ്ഞ അളവിലെ ചരക്ക് എത്തുന്നുള്ളൂ. റബ്ബർ ബോർഡ് ഔദ്യോഗികമായി പുറത്തുവിടുന്നത്ര അളവിൽ ഷീറ്റ് ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്ന സംശയം ടയർ കമ്പനികളുടെ കൂട്ടായ്മയായ ആൽമ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചിരുന്നു. 2024-25 ബോർഡ് കണക്ക് പ്രകാരം 8.75 ലക്ഷം ടണ്ണാണ് ഉൽപ്പാദനം. ഉപഭോഗം 14.10 ലക്ഷം ടണ്ണും 5.5 ലക്ഷം ടൺ ഇറക്കുമതിയും ഉള്ളതായി ബോർഡ് രേഖകൾ പറയുന്നു. കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി ഞെട്ടിക്കുന്നതാണെന്ന് ബോർഡ് റിപ്പോർട്ട് കാട്ടി ഉൽപ്പാദക സംഘങ്ങളുടെ കൂട്ടായ്മ വിലയിരുത്തുന്നു. 2024 അപേക്ഷിച്ച് കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതി 49% കൂടി. ചൂടും ക്ഷാമവും കമ്പനികളെ ബാധിക്കില്ലെന്നും ചരക്ക് അവർക്ക് വേണ്ടത്രയുണ്ടെന്നുമാണ് കൃഷിക്കാരുടെ പക്ഷം. 5 വർഷത്തിനിടെ രാജ്യത്ത് റബ്ബർ ഇറക്കുമതിയിൽ വൻ വർധനവ് ഉണ്ടായെന്ന് വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകളുണ്ടെന്നും RPS കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞു. 2020-21 1.4 ലക്ഷം ടണ്ണാണ് വർധനവെന്നും ഇറക്കുമതിയിലുണ്ടായതെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം രാജ്യസഭയിൽ സമർപ്പിച്ച കണക്കിലുണ്ട്. 2020-21 4 ലക്ഷം ടണ്ണായിരുന്നു ഇറക്കുമതിയെങ്കിൽ 24-25 അത് 5 ലക്ഷം ടണ്ണായി ഉയർന്നു. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.